അനിയന്റെ കുടുംബം, അങ്ങനെ 11 പേര് തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 11 വോട്ടിനാണോ സുരേഷ് ഗോപി ജയിച്ചത്? ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം തൃശ്ശൂരില് വാടകയ്ക്ക് വീടെടുത്ത് വാടക ചീട്ടുള്ള വീട്ടിനകത്ത് താമസിച്ചുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഉം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അവിടേക്ക് വോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ. നിയമപരമായി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇനി അദ്ദേഹം തൃശ്ശൂരിലും വോട്ട് ചെയ്തു, അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സ്വന്തമായിട്ട് വീടുണ്ട്, അവിടെയും വോട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട്. ഇത് അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ അദ്ദേഹം താമസമാക്കിയിരുന്നു എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. അപ്പൊ അതെ. അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും വോട്ട് ചേർപ്പിച്ചതിന് ആർക്കാണെന്നേ പ്രശ്നം? അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തതാണോ പ്രശ്നം? നോക്കൂ, നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുനിൽകുമാർ, അദ്ദേഹത്തിന്റെ ബൂത്തിൽ അദ്ദേഹം 3-ാം സ്ഥാനത്ത് പോയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവരുടെ വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെ, അതല്ലേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഭാര്യയും മകളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്?